എന്നോടൊന്ന് സംസാരിക്കാൻ പറ. ആ ശരി. നന്ദിനി, ആരതിയാ, അവക്ക് തന്നോടെന്തോ സംസാരിക്കണമെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല സർ. ഇനിയും താൻ സംസാരിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വരും. ഹലോ, എന്തിനാ വിളിച്ചത്? ഇനിയും എന്റെയോ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടോ രണ്ടുപേർക്കും? ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാനൊരു മണ്ടിയല്ലേ, എല്ലാം എണ്ണി എണ്ണി പറഞ്ഞു തരാം. എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വേഷം കെട്ടിക്കേ. നന്ദിനി, നിനക്ക് നന്മയുള്ളൊരു കാര്യമാണല്ലോ എന്ന് ആലോചിച്ചിട്ടാ ഞാനിതൊക്കെ. എന്ത് നന്മ? ഈ കല്യാണത്തിനെ കുറിച്ചും കഴുത്തി കിടക്കുന്ന താലിയെ കുറിച്ചും ഒക്കെ ഒരു കൂടപ്പിറപ്പിനോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? ഒരല്പ ആശ്വാസത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീട്, അതുകൂടി ഇല്ലാതാക്കിയില്ലേ? നന്ദിനി, യതീന്ദ്ര സാർ വന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് നല്ല അർത്ഥത്തിലെടുത്തത്. അല്ലാതെ നന്ദിനെ ദ്രോഹിക്കാൻ എനിക്കോ ആരതിക്കോ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. അല്ല, അതുകൊണ്ട് ഞങ്ങൾക്കെന്താ നേട്ടം? അതെനിക്കറിയില്ല. ആർക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ എപ്പോഴും ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കുന്നുണ്ടല്ലോ. എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഞാൻ, എത്ര ഇല്ലായ്മയിലും നിറഞ്ഞ മനസ്സോടെ കഴിഞ്ഞിരുന്നതാ ഞാൻ. കരഞ്ഞ് കരഞ്ഞ് എനിക്ക് മതിയായി തുടങ്ങി. നന്ദിനി മോളെ, നീ വിഷമിക്കല്ലേ. ഞങ്ങൾ നിന്നോട് ക്ഷമ പറയാനാ വിളിച്ചത്. നീ ഞങ്ങളോട് ഒരിക്കലും ഒരു അകലം കാണിക്കരുത്. അത് ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല.